നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ലഭ്യമായ 3 സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള സ്കോളർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. 3 സ്കോളർഷിപ്പുകൾ: APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ഇങ്ങനെ 3 സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് കേരളത്തിലെ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ എല്ലാ സ്കോളർഷിപ്പും തന്നെ BPL വിഭാഗത്തിലെ കുട്ടികൾക്കാണ് മുൻഗണന നൽകുന്നത്. BPL വിഭാഗത്തിലെ കുട്ടികളുടെ അഭാവത്തില് APL വിഭാഗത്തില് മാക്സിമം 8 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള കുട്ടികളെയും പരിഗണിക്കുന്നതാണ്. ഓരോ സ്കോളർഷിപ്പിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ സ്കോളർഷിപ്പ് നൽകുന്നത് കേരളത്തിലെ സ്ഥിരതാമസക്കാരായ കേരളത്തിൽ പോളിടെക്നിക്കിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ളത് സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ 3 വർഷ ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഏത് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർക്കാർ അംഗീകൃത സ്വാശ്രയ കോളേജിൽ മെറിറ്റ് സീറ്റിലാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരു തവണ ഇത് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കില്ല. 6000 രൂപയാണ് ഈ സ്കോളർഷിപ്പിന്റെ തുകയായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 30% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ പെൺകുട്ടികളുടെ അഭാവത്തില് ഇതിന് ആൺകുട്ടികളെയും പരിഗണിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പിന് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം, മാർക്ക്, അതുകൂടാതെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ ലൈവാണ്. 3/2/2025 അതായത് ഫെബ്രുവരി 3-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഓൺലൈനിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ എല്ലാ സ്കോളർഷിപ്പിനും ഒരേ രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട്. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിന്റെ അവസാനം പറയാം. അടുത്ത നമുക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. സംസ്ഥാനത്തെ നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ, സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. 15,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് അനുവദിക്കുന്നത്. ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ, അതായത് ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചതെന്നുള്ളതിന് തെളിയിക്കുന്നതിനുള്ള അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. യോഗ്യതാ പരീക്ഷയിൽ 45% അതിലധികമോ മാർക്ക് നേടിയിരിക്കണം. ഈ സ്കോളർഷിപ്പ് ഒറ്റത്തവണ മാത്രമേ ലഭിക്കുകയുള്ളൂ. കോഴ്സ് ആരംഭിച്ച് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വർഷം അപേക്ഷിച്ചവർ പുതിയതായിട്ട് ഇതിനെ അപേക്ഷിക്കേണ്ടതില്ല. അതുകൂടാതെ പെൺകുട്ടികൾക്കായിട്ട് 50% സ്കോളർഷിപ്പുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതിന്റെ അവസാന തീയതി 17/1/2025 ആണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിനെ അപേക്ഷിച്ചതിന് ശേഷം ഈ അപേക്ഷയുടെ ഒരു പ്രിന്റ് ഔട്ടും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകളുമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മേധാവിക്ക് ഇത് സമർപ്പിക്കേണ്ടതാണ്. അതിന്റെ അവസാന തീയതി 18/1/2025 ആണ്. ഏതൊക്കെ രേഖകളാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതെന്നുള്ളത് ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയാം. അടുത്ത നമുക്ക് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പാണ്. അതായത് നമ്മുടെ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അതല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളോ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കോളർഷിപ്പ് എമൗണ്ട് ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും 5,000 രൂപയാണ്. പ്രൊഫഷണൽ കോഴ്സിന് 7,000 രൂപയാണ് സ്റ്റൈഫൻഡ്. ഹോസ്റ്റലിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈഫൻഡ് ആയിട്ട് 13,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ലഭിക്കുക. ഇനി ഇതിനു മുന്നേ ആദ്യ വർഷങ്ങളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ ഏത് വർഷത്തിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് അതല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈഫൻഡ് ഇത് ഏതെങ്കിലും ഒന്നിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ വേറൊരു കണ്ടീഷൻ പറയുന്നത് നിങ്ങൾ യോഗ്യതാ പരീക്ഷയിൽ മിനിമം 50% അതിൽ കൂടുതൽ മാർക്ക് നേടിയിരിക്കണം. ഇനി ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അത്
നിങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ കോളേജ് മേലധികാരികൾ അംഗീകരിച്ചിട്ടുള്ള പ്രൈവറ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3/2/2025 അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. ഇത് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ പ്രിന്റ് ഔട്ടും മറ്റ് അനുബന്ധ രേഖകളുമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മേലധികാരികൾക്ക് 5/2/2025 വരെ ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ 3 സ്കോളർഷിപ്പിനും കൂടി ഒറ്റ വെബ്സൈറ്റിൽ പോയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ആ വെബ്സൈറ്റ് www.minorityWelfareKerala.gov.in എന്നാണ്. ഈ വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനുവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്കോളർഷിപ്പും കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏത് സ്കോളർഷിപ്പാണ് അനുയോജ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ നൗ കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് മറ്റ് സ്കോളർഷിപ്പുകൾക്കായിട്ട് ഇതിന് മുന്നേ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട നേരിട്ട് ലോഗിൻ ചെയ്യാം. ഈ രജിസ്ട്രേഷൻ ഫോമിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ കോപ്പി, ഹോസ്റ്റൽ ഫീയുടെ കാര്യം ബാധകമാണെങ്കിൽ ഹോസ്റ്റൽ ഫീയുടെ അടച്ച റെസിപ്റ്റ്. ഈ എല്ലാ ഡോക്യുമെന്റ്സും 100 KB താഴെ ആയിരിക്കണം അതിന്റെ സൈസ്. ഇനി നിങ്ങൾ ഏതെങ്കിലും സ്വാശ്രയ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് മെറിറ്റ് സീറ്റിലാണോ ഇല്ലയോ എന്നുകൂടി നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. ഈ പ്രിന്റ് ഔട്ടും മറ്റനുബന്ധ രേഖകളുമായിട്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മേലധികാരികൾ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മറ്റ് അനുബന്ധ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിന്റ് ഔട്ടിന്റെ കോപ്പിയോടൊപ്പം നിങ്ങൾ നൽകേണ്ടത് SSLC, +2 അല്ലെങ്കിൽ VHSC, ബിരുദം എന്നിങ്ങനെയുള്ള എല്ലാ കോഴ്സുകളുടെയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവിടുത്തെ അലോട്ട്മെന്റ് മെമ്മോയുടെ കോപ്പി. ഈ എല്ലാ സ്കോളർഷിപ്പും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ആ ബാങ്ക് അക്കൗണ്ട് ഫ്രണ്ട് പേജ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിൽ നിങ്ങളുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അഡ്രസ്സ്, ഏത് ബ്രാഞ്ച് ആണോ ഇതെല്ലാം ഉള്ള ഫസ്റ്റ് പേജാണ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി ആധാർ കാർഡ് അല്ലെങ്കിൽ NPR കാർഡിന്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി. ഇനി നിങ്ങൾ ഹോസ്റ്റൽ വിദ്യാർത്ഥി ആണെങ്കിൽ ഹോസ്റ്റലർ ആണെന്ന് തെളിയിക്കുന്നതിനുള്ള ഹോസ്റ്റലിന്റെ ഫീസ് അടച്ച രേഖകൾ. ഇത്രയെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം സ്ഥാപനത്തിന്റെ മേലധികാരികൾക്ക് നൽകേണ്ടത്. അപ്പോൾ ഓരോ സ്കോളർഷിപ്പിനുള്ള ലാസ്റ്റ് ഡേറ്റും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കോളർഷിപ്പ് ആണോ അപ്ലൈ ചെയ്യാനായിട്ട് യോഗ്യതയുള്ളത് ആ സ്കോളർഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.